സ്വപ്നങ്ങൾ കാണുന്നതിനും ആ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതിനും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസവും ദൈവത്തിലുള്ളൊരു വിശ്വാസവും മാത്രം മതി. അവിടെ സമയകാല പരിധികൾ ഒന്നും തന്നെയില്ല. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ചില പരാജയങ്ങൾക്ക് മുൻപിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മുൻപിലുള്ള ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾ ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസവും നിങ്ങളിൽ തന്നെയുള്ള ആ വിശ്വാസവും നിങ്ങളെ മുറുകെ പിടിക്കുന്നെങ്കിൽ തീർച്ചയായും ഒരു നിശ്ചിത സമയത്ത് നിങ്ങൾ ആ ലക്ഷ്യസ്ഥലത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. അത് എത്ര തവണ നിങ്ങൾ ഒരു എക്സാം ആണെങ്കിൽ എത്ര തവണ എഴുതി എന്നുള്ളത് നോക്കിയല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ വിശ്വാസം. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്, വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ഓരോ മനുഷ്യനും വളർന്നു വരുന്നത്. അപ്പോൾ ഒരാളുടെ സാഹചര്യമല്ല മറ്റൊരാൾക്ക്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. ഈശോ പത്രോസിനെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 32-ാം വാക്യം, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ പത്രോസ് വീണു പോകാതിരിക്കുവാൻ ഈശോ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. പത്രോസ് ജീവിതത്തിൽ ചില മേഖലകളിൽ വീണു പോകാതിരിക്കുവാൻ പ്രാർത്ഥിച്ചു എന്നല്ല ഈശോ പറഞ്ഞു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പലപ്പോഴും ചില കാര്യങ്ങളിൽ ജീവിതത്തിന്റെ ചില വൾണറബിൾ സിറ്റുവേഷനിൽ തളർന്നു പോകുന്നുണ്ടായിരിക്കാം, വീണു പോകുന്നുണ്ടായിരിക്കാം, ചില പരാജയങ്ങളുടെ മുൻപിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കുക. നിനക്ക് നിന്നിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ മുൻപിൽ നീ ഒരു ചാമ്പ്യനാണ്. നീ നേരിടുന്ന പ്രശ്നങ്ങളല്ല മറ്റുള്ളവർ നേരിടുന്നത്. നീ കടന്നുപോയ പ്രശ്നങ്ങളല്ല മറ്റുള്ളവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗോഡ് ലവ്സ് യു പേഴ്സണലി, വ്യക്തിപരമായി ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ഓരോ ചലഞ്ചസും നീ ഓവർകം ചെയ്യുമ്പോൾ നിന്നെ അനുമോദിക്കുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന, നിന്റെ കൂടെ നിന്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദൈവം കൂടെയുണ്ട്. നിന്നിൽ തന്നെ നീ വിശ്വാസം അർപ്പിക്കുക. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നീ നടന്നെടുക്കും. നീ ആ ലക്ഷ്യത്തെ എത്തിച്ചേരുക തന്നെ ചെയ്യും. കാരണം എന്താ? റോമ 8:31 ഒരു മനോഹരമായ വാക്യമുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? God loves you and God is with you. You can go ahead in your life and you can become victorious in life. God bless you.